കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഉറക്കം കെടുത്തുന്ന ആ ബോംബ് പൊട്ടിയിരിക്കുന്നു. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, ഡൽഹിയിലെ ചാണക്യന്മാർ പ്ലാൻ ചെയ്ത കേരളം ഇന്നേ വരെ കാണാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. വെറും ഒറ്റ സീറ്റിലല്ല BJPയുടെ ഘടന, മറിച്ച് കേരളത്തിന്റെ ഭരണം ആര് തീരുമാനിക്കണമെന്ന് നിശ്ചയിക്കുന്ന നിർണായകമായ 30 സീറ്റുകൾ. നെടുമ്പാശ്ശേരിയിലെ താജ് ഹോട്ടലിൽ നടന്ന ആ രഹസ്യ യോഗത്തിൽ നിതിൻ നബിൻ നൽകിയ ആ മാസ്റ്റർ പ്ലാൻ എന്താണ്? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറാൻ പോവുകയാണോ? നമുക്ക് പരിശോധിക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രണ്ട് മുന്നണികൾക്കിടയിൽ വീതം വെച്ചിരുന്ന കാലം അവസാനിക്കുകയാണ്. അതേ എന്ന് വിശ്വസിക്കാനാണ് BJPയുടെ പുതിയ നീക്കങ്ങൾ. BJPയുടെ കേരള പ്രഭാരി നിതിൻ നബിൻ കൊച്ചിയിലെത്തി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ വെറുമൊരു ഉപദേശമായിരുന്നില്ല, മറിച്ച് കർശനമായ താക്കീതുകളായിരുന്നു. എന്താണ് ഈ മിഷൻ 30? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. കേരളത്തിലെ ഏകദേശം 30 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് 30%-ലധികം വോട്ട് വിഹിതമുണ്ട്. ചിലയിടങ്ങളിൽ ഇത് 35%-ന് മുകളിലാണ്. ഈ 30 മണ്ഡലങ്ങളെയാണ് BJP തങ്ങളുടെ വിജയ മൗണ്ടനായി കാണുന്നത്. ഇവിടെ ഒരു 10% വോട്ടുകൾ കൂടി അധികമായി സമാഹരിക്കാൻ കഴിഞ്ഞാൽ കേരളം നിയമസഭയിൽ BJPക്ക് 30 അംഗങ്ങൾ ഉണ്ടാകും. ആലോചിച്ച് നോക്കൂ, 140 അംഗ സഭയിൽ 30 പേർ BJPയിൽ നിന്നാൽ പിന്നെ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡൽഹിയിലെ BJP നേതൃത്വമായിരിക്കും. പ്രധാന ആയുധങ്ങൾ നോക്കാം. വിശ്വാസവും വികസനവും. ഇത്തവണ BJP വെറുതെ വോട്ട് ചോദിക്കുകയല്ല, മറിച്ച് വൈകാരികവും യുക്തിപരവുമായ 2 വജ്രായുധങ്ങളാണ് പുറത്തെടുക്കുന്നത്. അതുപോലെ ശബരിമല വിഷയം വെറും ഒരു ആചാര സംരക്ഷണമല്ല, മറിച്ച് ക്ഷേത്രങ്ങളിലെ സമ്പത്ത് സർക്കാർ കൊള്ളയടിക്കുന്നു എന്ന ശക്തമായ ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. തീർന്നില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന പുതിയ നെറേറ്റീവ് വഴി ഭക്തജനങ്ങളുടെ രോഷം വോട്ടാക്കി മാറ്റാനാണ് നീക്കം. ഇതോടെയും തീർന്നില്ല. ദേശീയപാത വികസനം, വന്ദേ ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങി ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന വിപ്ലവം കേരളത്തിലെ ഓരോ വീട്ടിലും എത്തിക്കും. വികസനത്തിന്റെ കാര്യത്തിൽ കേരളം നേരിടുന്ന മുരടിപ്പിനെ ദേശീയ തലത്തിലെ കുതിപ്പുമായി താരതമ്യം ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നിതിൻ നബിൻ നൽകിയ നിർദ്ദേശം എന്ന് പറയാം. BJP ഈ പോരാട്ടത്തിൽ എന്തായാലും ഒറ്റയ്ക്കല്ല. BDJS അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി, രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് BJPയോട് അടുക്കുന്ന കിറ്റക് സാബു ജേക്കബ്, ഇവരുടെ എല്ലാം സാന്നിധ്യം ഈ നീക്കത്തിന് വലിയ കരുത്ത് പകരുന്നുണ്ട്. ക്രൈസ്തവ മേഖലകളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ സഖ്യങ്ങൾ സഹായിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. കോർപ്പറേറ്റ് മികവും താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനവും ഒത്തുചേരുന്ന ഒരു പുത്തൻ പരീക്ഷണമാണിത്. നേതൃത്വത്തിലെ അഴിച്ചുപണി. നിതിൻ നബിന്റെ സന്ദേശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഗ്രൂപ്പിസം അനുവദിക്കില്ല എന്നതാണ്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ കാരണം വിജയം കൈവിട്ടു പോയാൽ നേതൃത്വത്തിൽ അടിമുടി മാറ്റമുണ്ടാകും. പഴയ മുഖങ്ങൾക്ക് പകരം ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങിയ പുതിയ ക്ലീൻ ഇമേജുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കാനാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി കളം പിടിക്കാനാണ് BJP നീക്കം. എന്തായാലും ഭാരതം എന്ന ലോകത്തിന്റെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ചന്ദ്രയാൻ തൊട്ട് G20 വരെ ഇന്ത്യയുടെ ഖ്യാതി ലോകമെങ്ങും എത്തി നിൽക്കുന്നു. ഈ ദേശീയ പ്രവാഹത്തിൽ നിന്ന് കേരളം മാറി നിൽക്കണോ അതോ വികസനത്തിന്റെ ഈ മുഖ്യധാരയിലേക്ക് കടന്നു വരണോ എന്ന് നമുക്ക് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കണം.